ഇറാൻ്റെ പരമാധികാരിയും സുപ്രീം ലീഡറുമായ അലി ഖാംനായിയെ വധിച്ചു എന്ന് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതേസമയത്ത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് പെട്ടെന്നൊന്നും പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ വരും. അത് വളരെ ദുരന്തകരമായ ഒരവസ്ഥയായിരിക്കും. ആ അവസ്ഥ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. കാരണം ഇത് നിസ്സാരമായ ഒരു കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വഴിപ്പെടാത്തവരെയൊക്കെ കൊല്ലുക എന്നത് അമേരിക്കയുടെ ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെ പലരെയും പല ഭരണാധികാരികളെയും ചരിത്രത്തിൽ അമേരിക്ക കൊന്നിട്ടുണ്ട്. അവരുടെ ചരിത്രവും ഈ കഴിഞ്ഞ കാലത്ത് ഞാൻ പ്രഭാഷണം മധ്യേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലി ഖാംനായി എന്ന ആൾ കേവലം ഒരു രാഷ്ട്രീയ നേതാവോ കേവലം ഒരു ഭരണാധികാരിയോ അല്ല. പകരം അത് മുസ്ലിം ലോകത്തെ രണ്ടാമത്തെ വിഭാഗമായ അഹ്ലു സുന്ന കഴിഞ്ഞാൽ പിന്നെ ഉള്ള വിഭാഗം ഷിയാക്കളാണ്. അതൊരു പ്രബല വിഭാഗവുമാണ്. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രബല കക്ഷിയാണ്. അവരുടെ കേവലമുള്ള രാഷ്ട്രീയ നേതാവല്ല അലി ഖാംനായി, പകരം അവരുടെ ആത്മീയ നേതാവാണ്. അങ്ങനെ വരുമ്പോൾ വലിയ ദുരന്തങ്ങളുണ്ടാവും. ആ ദുരന്തങ്ങളെ പരിഹരിക്കാൻ, ആ ദുരന്തങ്ങൾ മുഴുവനും അനുഭവിക്കേണ്ടി വരിക മുസ്ലിം ലോകം തന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രൊപ്പഗണ്ടയും ഒരു യാഥാർത്ഥ്യവും ഉണ്ട്. എന്താണ് പ്രൊപ്പഗണ്ട? മുസ്ലിം ലോകം മുഴുവനും അമേരിക്കയുടെ കൂടെയാണ്, ഇസ്രായേലിൻ്റെയും. മുസ്ലിം ലോകം മുഴുവനും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കൂടെയാണ്. മുസ്ലിം ലോക നേതാക്കളെല്ലാം ഇസ്രായേലിൻ്റെ കൂടെയുമാണ് എന്നത് ഒരു പ്രൊപ്പഗണ്ടയും ഒരു യാഥാർത്ഥ്യവുമാണ്. അതിൻ്റെ മേൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങൾ തന്നെയാണ് സത്യത്തിൽ അമേരിക്കയുടെ ആവശ്യവും. എന്താണ് അമേരിക്കയുടെ ആവശ്യം? അശാന്തമായ സാഹചര്യം പേർഷ്യൻ ഗൾഫിൽ നിലനിർത്തുക. എന്നാൽ അമേരിക്കയുടെ സാന്നിധ്യത്തെ മുസ്ലിം രാജ്യങ്ങൾ നിർബന്ധിച്ച് ക്ഷണിച്ചു വരുത്തും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെ തുച്ഛമായ വിലക്ക് എണ്ണ കൈക്കലാക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എണ്ണയാണ്. ഇറാൻ്റെ പ്രത്യേകതയും നിങ്ങൾ മനസ്സിലാക്കണം. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി എണ്ണ കണ്ടെടുക്കുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ്. അത് ഇറാനിലാണ്. ലോകത്തെ ആദ്യമായി ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി എണ്ണ കണ്ടെടുത്തത് ഇറാനിലാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയുമായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു പൊളിറ്റിക്സും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പൊളിറ്റിക്സ്? ഇപ്പം നമ്മൾ ഷിയാക്കൾ ഒരു മോശപ്പെട്ട വിഭാഗമാണ്. ഷിയാക്കൾ നമ്മുടെ മദ്ഹബിനും രീതിക്കും അഖീദക്കും എതിരായ ഒരു വിഭാഗമാണ്. അതിൽ തർക്കമില്ല, അവിടെ പ്രശ്നമില്ല. പക്ഷേ മുസ്ലിം ലോകം എക്കാലത്തും അവരുടെ അഖീദയെക്കുറിച്ചും അവരുടെ രീതികളെയും ഫിഖഹിനെക്കുറിച്ചും പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും പൊതുജനം അത് ബോധ്യപ്പെടുകയും അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു വന്നിട്ടുണ്ട് നൂറ്റാണ്ടുകൾ അനവധിയായി. അതായത് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു ജനതയാണ്. അവരുമായി 13 നൂറ്റാണ്ട് കാലം വലിയ ശത്രുതയും ഇന്നും ഇല്ലാതെ പൊരുത്തപ്പെട്ടു വരികയായിരുന്നു മുസ്ലിം ലോകം. ശത്രുതയില്ല, പക്ഷേ വിഭാഗീയത ഉണ്ട്. എപ്പോഴെല്ലാം അഹ്ലു സുന്നയിലേക്ക് അവർ കയറി അവരുടെ വിഭാഗത്തെ പരിപോഷിപ്പിക്കാനും വളർത്താനും ശ്രമിച്ചുവോ അപ്പോൾ മാത്രമാണ് ഭരണാധികാരികൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ ഉസ്മാനികൾ ഇടപെട്ട ചരിത്രം കാണാൻ കഴിയും. മറ്റുള്ള ഭരണാധികാരികൾ ചിലരും അങ്ങനെ അവർ മുസ്ലിം ലോകത്ത് സുന്നി ലോകത്ത് കയറി സുന്നികളുടെ അഖീദ, അവരുടെ വികലമായ വീക്ഷണങ്ങളും അഖീദയും ഫിഖ്ഹും മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നമ്മുടെ പണ്ഡിതന്മാരും ഭരണാധികാരികളും ഇടപെട്ടുകയും അവരെ ഒതുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ കാണാൻ കഴിയും. അതേസമയത്ത് പരിധി വിട്ട ഒരു ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഒരു ശത്രുതയും ഒരു പ്രൊപ്പഗണ്ടയും പ്രചാരണങ്ങളും ആക്ഷേപിക്കലും എപ്പോൾ വന്നു? അതിന് അടിസ്ഥാന കാരണം 1979 1979 വരെയും ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും. അതായത് 932 വഹാബിയത്ത് ഹിജാസിൽ കയറുകയും ഹിജാസും മഹൗലും അവർ പിടിച്ചടക്കുകയും ചെയ്തു. 932 എന്നിട്ട് അവർ പരസ്പരം സഹകരിച്ചു. ഇവിടുത്തെ ഭരണാധികാരികൾ, സൗദി ഭരണാധികാരി അങ്ങോട്ട് പോയി, അവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങോട്ട് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് പോകലും അവർ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും എല്ലാം വളരെ ശക്തവും ദൃഢവുമായിട്ട് 979 വരെ നിലനിന്നിട്ടുണ്ട്. അതിന് സൂര്യപ്രകാശം പോലെ കണ്ണുയർത്തി നോക്കുന്നവർക്ക് ചരിത്രം കാണാൻ കഴിയും. പിന്നെന്താ സംഭവിച്ചത്? പക്ഷേ അപ്പോൾ ഭരണാധികാരികൾ ആരായിരുന്നു? ഷിയാക്കൾ തന്നെ. പക്ഷേ ഭരണാധികാരികൾ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് തുള്ളുന്ന ആളുകളായിരുന്നു 1979 വരെ.
അപ്പോൾ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലത്തെ പ്രൊപ്പഗണ്ടകൾ അടിച്ചു പരത്തുകയോ പ്രചരിപ്പിക്കുകയോ യുദ്ധം ചെയ്യുകയോ അവർക്കിടെ ഇറാനും സൗദിയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സന്തോഷകരമായിട്ടാണ് ഇവർ തമ്മിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അത് നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അതിന്മേൽ ദേഷ്യപ്പെടും. അത് പറയുന്ന ആൾക്കത് പറയാനൊരു അവസരം കൊടുക്കില്ല. എന്താണ് ആളുകൾ ദേഷ്യപ്പെടാനുള്ള കാരണം? ആളുകൾക്ക് ഇഷ്ടമുള്ള തന്നെ നമ്മൾ പറയണം, അത് നടക്കില്ല. ഒരു പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് പറയാണ്. ഇത് നിങ്ങൾ പഠിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്, സത്യമാണ്. നിങ്ങൾ ആയിരക്കണക്കിന് കൊല്ലത്തിലേക്ക് പോകണ്ട. നിങ്ങൾ 932 അൽ മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ എന്ന രാജ്യം ഉണ്ടാകുന്നത് എന്ന ഒരു പൊളിറ്റിക്സിൽ, വഹാബി പൊളിറ്റിക്സിൽ ഹിജാസ് ഒരു പുതിയ രൂപത്തിലേക്ക് വരുന്നത് 932 കൂടിയാണ്. 924 ഹിജാസിൽ അല്ല അവർ അധികാരം നേടുന്നുണ്ടെങ്കിലും അവർ ഒരു ഭരണകൂടമായി പ്രഖ്യാപിച്ച് അവരുടെ ഒരു പേര് ഉണ്ടാക്കി, കൊടിയുണ്ടായി, എല്ലാം ഉണ്ടായി, വൃത്തിയായി ഒരു രാഷ്ട്രമായി സംവിധാനിക്കപ്പെടുന്നത് 932 ഈ 932 മുതൽ 979 വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗദിയും ഇറാനും സഹോദരന്മാർ ആയിട്ടാണ് പോയത്. അത് ജ്യേഷ്ഠൻ അനുജൻ എന്ന ബന്ധമാണ്. അതായത് അവിടെ പിന്നെ ഇറാനിലെ ഭരണാധികാരികളുടെ വീട്ടിൽ ഒരു ചെറിയ സൽക്കാരം ഉണ്ടെങ്കിൽ സൗദി രാജാക്കന്മാർ അവിടെ പോയി പങ്കെടുക്കും. ഇവിടെ എന്തെങ്കിലും സൽക്കാരം ഉണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് പങ്കെടുക്കും. വളരെ വലിയ ബന്ധത്തിലാണ്. എണ്ണയുടെ രാജ്യങ്ങൾ, ഒപെക് രാജ്യങ്ങൾ വന്നു പിൽക്കാലഘട്ടത്തിൽ. എന്തിനു ശേഷം എണ്ണ വന്നപ്പോൾ ഒപെക് രാജ്യങ്ങളുടെ ഒരു ശൃംഖലയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായി 2 പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഒപെക്കിലുള്ളത്. ഒന്ന് ഇറാനും ഒന്ന് സൗദിയും. വളരെ വലിയ ബന്ധത്തിലായിരുന്നു ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്നത്. എന്തുകൊണ്ട്? ഇവർക്കിടയിൽ ഒരാളുണ്ട്. ആര്? അമേരിക്ക. സ്ഥിരീകരിച്ചോ? ഖമനായി ഒതുക്കപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചോ? വലിയ പ്രശ്നമുണ്ടോ? തിരിച്ചടി ഇപ്പോൾ ഉണ്ടാവുന്നതിന് ഞാൻ വില വെക്കണില്ല. നിങ്ങളെ കാഴ്ചയല്ല എൻ്റെ കാഴ്ച, അവിടെ 2 വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു 2ആണ്. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ തിരിച്ചടി ഇറാനിൽ തിരിച്ചടി ഉണ്ടാവുന്നു. ആ തിരിച്ചടി ഉണ്ടാകേണ്ടതിരിക്കട്ടെ, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നേ അല്ല. അവിടെയാണ് നിങ്ങളുടെ ചിന്തയും എൻ്റെ ചിന്തയും തമ്മിൽ വ്യത്യാസം. അത് ഇന്നത്തെ യുദ്ധമല്ല, എന്നത്തെ യുദ്ധത്തിന് എപ്പോഴും ഒരു പരിധി ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിധി ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. പകക്ക് പരിധി ഉണ്ടാവില്ല, യുദ്ധത്തിന് പരിധി ഉണ്ടാവും, പകക്ക് പരിധി ഉണ്ടാവില്ല. അത് പറഞ്ഞത് മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ബാപ്പയെ ഇയാൾ ആക്ഷേപിച്ചത് സങ്കല്പിക്കുക. നിങ്ങൾ തമ്മിൽ മൽപ്പിടുത്തം കൂടിയപ്പോൾ നിങ്ങളെ ബാപ്പയെ അവൻ ആക്ഷേപിച്ചു. അപ്പം നിങ്ങൾ അവനെ അടിക്കാൻ ചെന്നപ്പോൾ അവന് ഓൻ്റെ ആളുകൾ കൂടി നിങ്ങൾ അടിച്ചു. തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പുറകോട്ട് വന്നു. തീർന്നിട്ടില്ല. അവിടെ പ്രശ്നം. നിങ്ങളൊരു സന്ദർഭത്തിൽ തിരിച്ചടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും, പക്ഷേ നിങ്ങളെ പകക്ക് പരിധി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ബാപ്പ എന്നുള്ളത് നിങ്ങളെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആളാണ്. നിങ്ങൾ ബാപ്പാൻ ആക്ഷേപിച്ചാൽ നിങ്ങളെ പകക്ക് പരിധിയില്ല, നിങ്ങളുടെ അടിക്ക് പരിധിയുണ്ട്. അവൻ്റെ ആളുകളും ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. പക്ഷെ അവസാനിക്കൂല? പക അവസാനിക്കൂല. ഇവിടെ പകയാണ് ഇവർക്ക് ആവശ്യം, അടിയല്ല. വലിയ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം വേറുള്ള വിഭാഗത്തെ പോലെയല്ല. ഇപ്പം സുന്നികൾക്കൊരു ആത്മീയ നേതാവില്ല. സുന്നികൾക്കൊരു പണ്ഡിതന്മാരുണ്ട്, അത്രയേ ഉള്ളൂ. എന്തില്ല? ഒരു ആത്മീയ നേതാവില്ല. പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ച് അങ്ങനത്തെ നേതാവ് സുന്നികൾക്കില്ല. ഷിയാക്കൾക്ക് ആത്മീയ നേതാവുണ്ട്. അയാൾ പറയുന്നതാണ് അവസാന വാക്ക്. ഉദാഹരണം പറയാം, കാത്തലിക്സ് ക്രിസ്ത്യാനികൾക്ക് ഒരു ആത്മീയ നേതാവുണ്ട്. അതാരാ? പോപ്പൊരു കാര്യം പറഞ്ഞാൽ അതാണ് നിയമം. അപ്പം പോപ്പിനൊരു ക്ഷതം പറ്റുകയെന്ന് പറഞ്ഞാൽ കാത്തലിക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരും മരിക്കുന്നതിനേക്കാൾ അവർക്ക് വേദന പോപ്പിനൊരു ക്ഷതം പറ്റലായിരിക്കും. അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ. കാരണം അതവരുടെ ആരാണ്? രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവർ എന്താണ്? വത്തിക്കാൻ സിറ്റിയിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല പോപ്പ്. ആരാണ്? അവരുടെ റിലീജിയസ് സ്കോളറാണ്, അവരുടെ സുപ്രീം കമാൻഡറാണ്, സുപ്രീം കമാൻഡറാണ്. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. അങ്ങനെ സുന്നികൾക്ക് നേതാവില്ല. മനസ്സിലായി? ഒരു കാലത്ത് ഖലീഫമാരുണ്ടായിരുന്നു. ഖിലാഫത്ത് 900-ന്റെ തുടക്കത്തിൽ തകർന്നു. പിന്നെ അങ്ങനെ ഇല്ല. അതിലെതിരപ്പെടാണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഷിയാക്കൾക്ക് ഏത് കാലത്തും ആരുണ്ട്? അത് പ്രശ്നമാണ്. ആത്മനേതാവിന് എന്തെങ്കിലും സംഭവിക്കാറിഞ്ഞാൽ പക അവസാനിക്കില്ല. പക അത് പ്രശ്നമാണ്. ഈ പ്രശ്നം യുദ്ധം ചെയ്ത് ഇനി അമേരിക്കക്ക് ഇറാനോട് ശത്രുതയുണ്ടെങ്കിൽ, ഇസ്രായേലിനുണ്ടെങ്കിൽ, ഇത് യുദ്ധം ചെയ്ത് തീർക്കാൻ ഒരു രാജ്യത്തോട് തർക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം?
യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്ത് ഒതുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? വിഷയങ്ങൾ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ UN, മനസ്സിലായില്ല? ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടല്ലോ. അവർക്കിടയിൽ ആ കാര്യം പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ യുദ്ധം പിന്നെയും നിർത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകാം. കൊല്ലങ്ങൾ എത്ര യുദ്ധം നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ആ രാജ്യത്തിൻ്റെ പരമാധികാരിയും ആത്മീയ നേതാവിനെയും കൊന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം, അത് അവിടെ അവസാനിക്കൂല. ആ പ്രശ്നം അവസാനിക്കുന്നില്ല. ആ പ്രശ്നം അവസാനിക്കില്ല. ആ പക അവസാനിക്കൂല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അവസാനിക്കൂല. ഈ പ്രശ്നത്തിന് ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇതിന് സൗകര്യം മുഴുവനും പേർഷ്യൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുകൾ, അവർക്ക് അമേരിക്കക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ആ ശത്രുത നേരെ ആരോടാണ്? ഇവർക്ക് പക ആരോട് വരും? ഈ രാജ്യങ്ങളോട്. ഇസ്രായേലും ഇവരും തമ്മിലുള്ള ഉഭയപക്ഷബന്ധം, മുസ്ലിം രാജ്യ നേതാക്കന്മാർ ഇസ്രായേലും തമ്മിൽ അതിശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ വരെ ദൃഢമായി ലോകത്തിന്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും അറബ് നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ്. സുന്നികൾ അത് തൽക്കാലം ഉണ്ടാക്കും. അതേസമയത്ത് ഷിയാക്കൾക്ക് ഇതോടുകൂടെ എന്ത് വരും? നേരത്തെ തന്നെ പകണ്ട്, പക ഇരട്ടിക്കുന്ന് പറഞ്ഞാൽ തീരൂല. ഈ ദുരന്തം മുഴുവനും ഗൾഫ് അനുഭവിക്കണം. അമേരിക്ക ഇത് ബാധിക്കൂല. അമേരിക്ക ഇത് ബാധിക്കേയില്ല. അമേരിക്ക ഇത് ലാഭമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശത്രുത സ്ഥിരമാക്കിയിട്ടാൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത, നമ്മൾ രണ്ട് വിഭാഗം, നമ്മൾ സുന്നികളും അവർ ഷിയാക്കളുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് തീർത്താ തീരാത്തൊരു പക നമ്മൾ അസ്ഥിവാരം ഇട്ടാൽ അതൊരു പ്രശ്നമായിരിക്കും. ആ പ്രശ്നം തീർക്കാൻ കഴിയില്ല. സദ്ദാം ഹുസൈനെ കൊല്ലുമ്പോൾ പോലെയല്ല അലി ഖംനായെ കൊല്ലുന്നത്. അഹമ്മദ് നജാദിയെ കൊല്ലും പോലെയല്ല. അഹമ്മദ് നജാദ് ഇറാന്റെ പ്രസിഡന്റ് ആരല്ല, ആത്മീയതാവല്ല. ഇത് പ്രശ്നം ചെറുതല്ല, ഭയങ്കര പ്രശ്നം. ഈ പ്രശ്നം മഹദിക്കല്ലാതെ തീർക്കാൻ കഴിയില്ല. ഇമാം മഹദിക്കല്ലാതെ ഈ പ്രശ്നം തീർക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ പഠിച്ചവനെ ഇത് സ്ഥിരീകരിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട്? അന്നം തേടി മനുഷ്യന്മാർ ഓടുന്ന നാടാണത്. മനുഷ്യന് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി. സത്യത്തിൽ പണ്ട് അവസ്ഥയില്ല. ആ അവസ്ഥ തന്നെ തകിടം മറിച്ചൊരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഒരു നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടുന്നത് ആ നാട്ടിൽ നിന്നാണ്. അതിന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം ശേഖരിക്കുക എന്നുള്ളത് കച്ചവടം. ഓക്കെ, അതിൻ്റെ അപ്പുറം തൊഴിൽ എന്നുള്ളത് പരിധി വിട്ട തൊഴിൽ. വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മടങ്ങി വരാൻ കഴിയണം. അതിന് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാട്ടിൽ നൽകിയ ഒരു അസാബാണ് എന്ത്? ഗൾഫ് ജോലി ഒരു അസാബാണ്. അതൊരിക്കലും ഒരു അനുഗ്രഹമല്ല. സാത്താൻ്റെ നവലോകക്രമം എന്ന് എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളൊന്നും കൊടുത്തില്ല, ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് പുസ്തകം. നിങ്ങൾ ആ പുസ്തകം മാത്രം ഒന്ന് വായിക്കും. എഫ്സ്റ്റീൻ ഫയൽസ് നിങ്ങൾ പിന്നെ വായിക്കേണ്ടി വരില്ല. നുണയല്ലാത്തൊന്നും ലോകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറയുന്ന പ്രശ്നം ഇതൊന്നും. ഇപ്പം നിങ്ങളെ ബുദ്ധിയാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്തുണ്ടാകാൻ ഇറാൻ എന്ത് കുന്തം കഴിയും? അതൊന്നും ആണെങ്കിൽ ഇറാൻ അവരുടെ ആത്മീയതാവ് സംരക്ഷിക്കല്ലേ വേണ്ട. അതിനെ എത്ര ഉള്ളൂന്നറിയാം. എല്ലാം കഴിഞ്ഞാൽ പാപ്പാൻ അടിച്ചിട്ട് കൈ മുറിക്കുമ്പോൾ മക്കളുണ്ടല്ലോ കാണിച്ചു തരാമെന്നറിയുന്നത്. കാണിച്ചു തരാണെങ്കിൽ അപ്പം തന്നെ കാണിച്ചു കൊടുക്കണ്ടേ. പിന്നെ അവസാനം എല്ലാം കൂടി നശിപ്പിക്കുക, ഓലും നശിപ്പിക്കണം, അടക്കം എല്ലാം നശിപ്പിക്കും. ഇറാൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കും. അതൊക്കെ സാധാരണയാണ്. ആ തിരിച്ചടി നടക്കൂല എന്നൊന്നും അത് പെട്ടെന്ന് നിൽക്കുന്നൊന്നും ഞാൻ ഈ പറയുന്ന അർത്ഥമല്ല. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് പകയാണ്. ഈ പക മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയ പകയുണ്ടാകലാണ് ആര് ലക്ഷ്യം? സയനിസ്റ്റുകളുടെ ലക്ഷ്യം. അപ്പോൾ ആ രാജ്യങ്ങൾ അശാന്തമാവും. ആ അശാന്തതയാണ് നമ്മൾ ഭയപ്പെടുന്നത്. അവർക്കിടയിൽ നീതി, ഇപ്പോൾ തന്നെ നീതിയില്ല, ഉള്ള നീതി നഷ്ടപ്പെട്ടു.
മനസ്സിനോട് പറഞ്ഞത് പക വന്നാൽ പിന്നെ നീതി ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? പക ഉണ്ടായാൽ എന്തില്ല, പിന്നെ നീതിയില്ല, പിന്നെ നീതിയില്ല. നീതി ഇല്ലെങ്കിൽ ഖുർആനും ഇല്ല. ഖുർആൻ എന്തിനാ വന്നത്? തറാവീഹ് നിസ്കരിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഖുർആൻ എന്തിനു വന്നാണ്? നീതി അൽപ്പക്കം മാത്രം, വേറെ ഒന്നുമില്ല. ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. നമ്മൾ വേദഗ്രന്ഥങ്ങൾ ഇറക്കി എന്തിനു വേണ്ടിയാണ്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ് എന്തിറക്കിയത്? വേദഗ്രന്ഥങ്ങൾ, ഖുർആൻ അടക്കമല്ല. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഭൂമിയിൽ വന്നത് നീതിക്ക് വേണ്ടിയാണ്. നീതിയാണ് ആവശ്യം. പക വന്നാൽ എന്തുണ്ടാവില്ല? നീതി ഉണ്ടാവില്ല. അനീതിയോ വീണ്ടും അനീതിയോ ഉണ്ടാക്കും. അനീതിക്കൊരു പ്രശ്നമുണ്ട്. അനീതി പ്രസവിക്കും, നീതി പ്രസവിക്കൂല. അനീതി പ്രസവിക്കും, അനീതി പ്രസവിക്കും. ഒരുത്തൻ അടിച്ചാൽ മറ്റവനെ വിട്ടും തിരിച്ചടിക്കല്ലേ? പകയാണ്. പക വന്നാൽ പിന്നെ തമ്മിലടിക്കലൊക്കെ നമ്മളെ അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി മദ്യം പറഞ്ഞ് 2 ചായയും വാങ്ങിക്കൊടുത്ത് പിന്നെ സലാം പറഞ്ഞ് പിരിക്കും. അത് തീർന്നവിടെ. അതേ സമയത്ത് പകയായാലോ? തീരൂല. ഒരുത്തൻ അടിച്ചാൽ മറ്റോ പിന്നെ വിട്ടു. ഇവിടെ ഒരാൾ വെട്ടിയാൽ പിന്നെ അടുത്തത് എന്താണ്ടാവുക? 2 ആൾ വെട്ടും. 2 ആൾ വെട്ടിയാൽ 4 ആൾ വെട്ടും. ഇതെന്തിൻ്റെ ഉൽപ്പന്നമാണ്? അനീതി. അനീതി എന്തുകൊണ്ടുവരും? പക വീണ്ടും അനീതിയെ കൊണ്ടുവരും. ഇത് കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഭരണാധികാരി മാത്രമല്ല, ഇതാരാണ്? അത് നേതാവാണ്. അത് പകയായി പ്രസവിക്കും. ആ പക അവസാനിക്കൂല. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നിലും പ്രശ്നമല്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആര്? ആത്മീയതാവ് മാത്രം. അവർക്ക് ഖുർആനും ഹദീസും നല്ല പ്രശ്നം ആരാണ്? നേതാവ് പ്രശ്നമാണ് അവർക്ക്. നേതാവ് അവർക്ക് പ്രശ്നമാണ്. ഇങ്ങനെ നേതാവിന് വേണ്ടി ജീവിക്കുന്നൊരു ജനത ഷിയാക്കളെ പോലെ ഉണ്ടാവില്ല. ആത്മീയ നേതാവിന് വേണ്ടി ജീവിക്കുന്നൊരു ജനത ഷിയാക്കളെ പോലെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അപൂർവമാണ്. അപ്പോൾ ബാക്കിയാണ്. അത് വമ്പ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം തന്നെയാണ് ഇവരുടെ ആവശ്യം. യുദ്ധമല്ല, ഫിത്നയാണത്. ഇത് ഫിത്നയാണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ആരെങ്കിലും ഫിത്നയെ ഉണർത്തിയാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. കാരണം അത് അവസാനിക്കൂല. ഫിത്ന ഉണർന്നാൽ അവസാനിക്കൂല. ഇത് ഫിത്നയാണ്.